മെക്സവൻ മേലങ്ങാടി കൊണ്ടോട്ടി GVHS കൊണ്ടോട്ടി ഗ്രൂപ്പിന്റെ ഷാമിൽ മോൻ സഹായ നിധി ചെറിയൊരു സംഖ്യ നമ്മൾ പിരിച്ചെടുത്തിട്ടുണ്ട്. ആ ഫണ്ട് കൈമാറുന്നതിന് വേണ്ടി നൗഫൽ അതുപോലെ തന്നെ ഷാമിൽ മോന്റെ കുടുംബത്തിലും സുഹൃത്തുക്കളും സഹപാഠികളുമായ ഈ സ്കൂളിൽ തന്നെ പഠിച്ചവരായ നല്ലവരായ നമ്മുടെ സഹോദരി സഹോദരന്മാർ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇന്ന് ഇവിടെ വെച്ച് നമ്മൾ ആ ഫണ്ട് കൈമാറുകയാണ്. ആ ഫണ്ട് ഷാമിൽ മോന്റെ ചികിത്സയ്ക്ക് വേണ്ടിയാണ്. നമ്മുടെ നാടും അയൽ നാടുകളും അതുപോലെ പല സംഘടനകളും ഇതുപോലുള്ള കൂട്ടായ്മകളും എല്ലാവരും പങ്കെടുത്തുകൊണ്ട് ആ ഫണ്ട് വിജയിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ അറിവ് അനുസരിച്ച് 2 കോടിയിലധികം രൂപ അതിനുവേണ്ടി സമാഹരിച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. ഇന്ന് ഞങ്ങളുടെ അഷ്റഫ് കൂട്ടായ്മ എന്ന് പറയുന്ന കൂട്ടായ്മയും ഇന്ന് വൈകിട്ട് ആ ഫണ്ട് കൈമാറുന്നുണ്ട്. ഇന്ന് 3 മണിക്ക് കൈമാറുന്നുണ്ട്. നമ്മളെ GVHS കൊണ്ടോട്ടി ഗ്രൂപ്പ് ഈ ഫണ്ട് കൈമാറുന്നതിന് വേണ്ടിയുള്ള ചടങ്ങാണ് നമ്മളിവിടെ നടത്തുന്നത്. ആ ചടങ്ങിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് നമ്മൾ ഇവിടെ കൊടുക്കുന്നത് 15,350 രൂപയാണ് നമ്മൾ ഇവിടെ കളക്ട് ചെയ്ത് കൊടുക്കുന്നത്. ആ ഫണ്ട് നമ്മളിപ്പോൾ ഇവിടെ വെച്ച് കൈമാറുന്നതാണ്. ഈ ചടങ്ങിൽ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് പറമ്പാടൻ ആചാര്യ നമ്മളോട് ഒന്ന് 2 വാക്ക് സംസാരിക്കുന്നതായി. അപ്രതീക്ഷിതമായിട്ട് ചില രോഗങ്ങൾ പിടിപെടും. അത് മനുഷ്യർ പരിഹരിക്കാൻ കഴിയുന്നത്ര പരിഹരിക്കാൻ ബാക്കി ദൈവം പടച്ചനം പറയാൻ കഴിയുന്നതാണ്. അപ്പോൾ ചികിത്സ ചെയ്ത് കഴിഞ്ഞവർ കൂടെ അത് വിജയിക്കണമെന്നില്ല. പക്ഷേ വിജയിക്കുന്ന ഒരു മനസ്സ് പ്രാർത്ഥന നമുക്കുണ്ടാവണം. ആ കുട്ടിയുടെ അസുഖം ഇതോടുകൂടി മാറാനും ഒരു നല്ല പൗരനായി ദീർഘകാലം സമുദായത്തിൽ ജീവിക്കുവാനും അതിന് പടച്ചതമ്പുരാൻ തൊപ്പി നൽകുമാറാവട്ടെ. ഈ സംഭാവന നൽകിയ എല്ലാവർക്കും അതിന് പ്രതിഫലം പടച്ചതമ്പുരാൻ ഉണ്ടാവട്ടെ. അതിനുവേണ്ടി സഹകരിച്ച് പ്രവർത്തിച്ച എല്ലാവർക്കും അതിൻ്റെ പ്രതിഫലം ഉണ്ടാവട്ടെ. അതിനുവേണ്ടി പണിയെടുക്കുന്ന എല്ലാ ആളുകൾക്കും അവർക്കും അതിൻ്റെ പ്രതിഫലം ഉണ്ടാവട്ടെ. പടച്ചതമ്പുരാൻ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഏറ്റവും അടുത്ത പ്രദേശമായതുകൊണ്ട് നമ്മളിതിനെപ്പറ്റി കൂടുതൽ വിശദീകരിക്കേണ്ട ഒരു കാര്യമില്ല. എല്ലാവർക്കും പേഴ്സണലായിട്ട് വ്യക്തിപരമായിട്ട് അറിയുന്ന ഒരു കാര്യമാണ്. ഈ കുട്ടീൻ്റെ ഉപ്പാനെയും ഒക്കെ നമ്മൾ തന്നെ എല്ലാവരും കുറച്ച് പ്രായം ചെന്ന ആൾക്കാർക്കൊക്കെ ഉപ്പാനെയും മറ്റുള്ളവരൊക്കെ വ്യക്തമായിട്ട് അറിയാം. ആദ്യത്തിൽ നമുക്കറിയില്ലെങ്കിലും അപ്പോൾ ഇത് തുടങ്ങിയ ആ ഉടനെ തന്നെ അവരിവിടെ വന്നു. ഇന്നലെ ഞങ്ങളെ ഓട്ടോറിക്ഷൻ്റെ ഇതിൽ ഇന്നലെ പിരിവുണ്ടായിരുന്നു. അങ്ങനെ പല സ്ഥലത്തും ഇതിൽ പിരിവുണ്ട്. അതിൽ പങ്കെടുത്ത എല്ലാവർക്കും ദൈവം ഏറ്റവും വലിയ ഒരു സമ്പാദ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആരോഗ്യമാണ്. നാളെ നമ്മുടെ അവസ്ഥ പറയാൻ പറ്റില്ല. ഇന്ന് നമ്മളെല്ലാവരും ആരോഗ്യവാന്മാരാണ്. നാളത്തെ ഇതുപോലുള്ള ഒരവസ്ഥ നാട് മുഴുവൻ നമുക്ക് വേണ്ടി ബക്കറ്റായിട്ട് ഇറങ്ങേണ്ട ഒരു അവസ്ഥ വന്നാൽ നമ്മുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് വരും. അപ്പം ഇതിൽ നമ്മൾ എത്ര നൽകിയാലും മതിയാവില്ല. എന്നിരുന്നാലും നമ്മളെല്ലാവരും കൈവിട്ട പരമാവധിയൊക്കെ പല നിരക്കും കൊടുത്തിട്ടുണ്ട്. ഇത്തരത്തിലുള്ള മാക്സിമം ടീം അംഗങ്ങളെ ഒരുപാട് ഏകദേശം 1 മാസത്തോളമായിട്ട് ഈ കളക്ഷൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. 2,12,00,000 ഇതുവരെ നമ്മൾ സ്വരൂപിച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഒരു ഭാഗമാവാൻ ഞങ്ങൾ നിങ്ങളെ സമീപിച്ചപ്പോൾ നിങ്ങളുടെ ഭാഗത്തുനിന്ന് വന്ന ആ സ്നേഹം അതിൻ്റെ ഒരു നന്ദി വാക്കിൽ ഒതുങ്ങിയ തീരൂല എന്നറിയാം. എങ്കിലും നിങ്ങളെ പരിമിതിക്കുള്ളിൽ വെച്ചിട്ട് നിങ്ങൾ സഹകരിച്ചത് ആ ഒരു എമൗണ്ട് 15,300 സംതിങ് രൂപ നിങ്ങൾ എന്തുദ്ദേശത്തോട് കൂടിയിട്ടാണോ ആ മോനെ നൽകിയത് അത് പഠിച്ച തമ്പുരാങ്ങൾക്ക് സഫലീകരിച്ച് കിട്ടട്ടെ. വേറൊരു കാര്യം കൂടെ ഞാൻ സൂചിപ്പിക്കുകയാണ്. കഴിഞ്ഞ 10 ദിവസം കൊണ്ട് ഞങ്ങൾ സഹപാഠികൾ 4,11,011 രൂപ നിലവിൽ ആ കമ്മിറ്റിക്ക് കൈമാറി കഴിഞ്ഞു. ഇനി 2ാം ഘട്ടം നമ്മുടെ ഈ സ്കൂളിൽ വെച്ചിട്ട് നിങ്ങൾ തരുന്ന പണവും
ഈ സ്കൂളിൽ ഇപ്പോൾ നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ കളക്ട് ചെയ്യുന്ന പൈസയും മേലങ്ങാടി ചെറിയ സ്കൂളിൽ യോഗ ടീമിൽ തരുന്ന പൈസ എല്ലാം കൂടെ കൂടിയിട്ട് ഇൻഷാല്ല ഒരു 2-3 ദിവസത്തിനുള്ളിൽ നമ്മളിവിടെ വെച്ചിട്ട് അവർക്ക് കൈമാറും. ആ ഒരു ചടങ്ങിലേക്കും കൂടെ നിങ്ങൾ എല്ലാവരും ഞങ്ങൾ ക്ഷണിക്കുകയാണ്. അപ്പം ഈ ഒരു സംഖ്യ നിങ്ങളെ സംബന്ധിച്ച് വലിയൊരു സംഖ്യയാണ്, ഞങ്ങളെ സംബന്ധിച്ച് അതിലേറെ വലിയൊരു എമൗണ്ടാണ്. അപ്പോൾ ഒരുപാട് നന്ദിയും കടപ്പാടും ഞങ്ങൾ അറിയിക്കണം. വീണ്ടും ഞാൻ ക്ഷണിക്കണം, ആ പ്രോഗ്രാമിലേക്ക് നിങ്ങളെല്ലാവരും വരണം നിർബന്ധമായിട്ട്. ഓക്കെ, അപ്പം ഞങ്ങളെ സ്കൂളിൽ പഠിച്ചോ ഫസ്റ്റ് ബാച്ചുള്ള ആളാണ്. ഏറ്റവും